നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കടലിലെ വെള്ളത്തിന് ഉപ്പ് രസം എങ്ങനെയുണ്ടായെന്ന്? നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. പുഴകളിലെയും നദികളിലെയും എല്ലാം വെള്ളം ഒഴുകിയാണ് കടലിലെത്തുന്നതെന്ന്. എന്നിട്ടും പുഴകളിലും നദികളിലും ഇല്ലാത്ത ഉപ്പ് രസം കടലിൽ മാത്രം എങ്ങനെയുണ്ടായി? നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കടലിൽ ഉപ്പുണ്ടായതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും രൂപപ്പെട്ട ഒന്നല്ല. കോടിക്കണക്കിന് വർഷങ്ങളെടുത്താണ് കടലിൽ ഉപ്പുണ്ടായത്. എങ്ങനെയാണ് കടലിൽ ശരിക്കും ഉപ്പുണ്ടായത്? ഇതിൻ്റെ ആദ്യഘട്ടം തുടങ്ങുന്നത് മഴയിൽ നിന്നുമാണ്. ഒരു ഒരു തുള്ളി മഴ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അത് വെറും മഴത്തുള്ളിയായല്ല അത് പതിക്കുന്നത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ആ തുള്ളിയിൽ അലിഞ്ഞു ചേരുന്നുണ്ട്. ശേഷം അതൊരു നേർത്ത അമ്ലമായി മാറുന്നു, കാർബോണിക് ആസിഡ്. ഈ അമ്ലം മഴയായി മലകളിൽ പതിക്കുന്നുണ്ട്, പാറകളിൽ പതിക്കുന്നുണ്ട്, പാറകളിലൂടെ ഒഴുകുന്നുണ്ട്. ഓരോ തുള്ളിയും പാറയിൽ നിന്ന് അദൃശ്യമായി ഒന്നിനെ അടർത്തിയെടുക്കുന്നുണ്ട്. സോഡിയം, ക്ലോറിൻ, കാൽഷ്യം, മഗ്നീഷ്യം, മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അതേ ചേരുവകൾ. ഈ ധാതുക്കളുമായി വെള്ളം ഒരുമിച്ച് താഴേക്ക് ഒഴുകുന്നുണ്ട്. ഇത് അരുവിയാകുന്നു. ശേഷം ഇതൊരു പുഴയായി പരിണമിക്കുന്നു. ശുദ്ധമായ ജലം ഇന്ന് നമ്മൾ കരുതി കുടിക്കുന്ന അതേ പുഴവെള്ളത്തിലും ഉപ്പിൻ്റെ അംശമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കാത്തത്? നദിയിൽ നിന്ന് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം നമ്മുടെ നാവിലെ ടേസ്റ്റ് ബഡ്സിന് തിരിച്ചറിയാനാകുന്നതിലും കുറഞ്ഞ അളവിലാണ്. അതുകൊണ്ടാണ് നമുക്ക് പുഴവെള്ളത്തിൽ ഉപ്പിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കാത്തത്. മഴയായി പെയ്തിറങ്ങി മലകളും പാറക്കെട്ടുകളും നദികളും പുഴകളും എല്ലാം കടന്ന് ഒടുവിൽ നമ്മുടെ ആ മഴവെള്ളത്തുള്ളി ഇപ്പോൾ എത്തിയിരിക്കുന്നത് കടലിലാണ്. ഇവിടെയാണ് ഉപ്പ് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിൻ്റെ അടുത്ത ഘട്ടം നടക്കുന്നത്. ബാഷ്പീകരണം. സൂര്യൻ്റെ ചൂടിൽ കടലിലെ വെള്ളം ആവിയായി മുകളിലേക്ക് പോകുന്നു, മേഘമാകുന്നു, ശേഷം വീണ്ടും മഴയായി മാറുന്നു. എന്നാൽ വെള്ളം കൊണ്ടുവന്ന ഉപ്പ് അവിടെ തന്നെ ബാക്കിയാവുന്നു. ഏകദേശം 400 കോടി വർഷം ആയി ഈ പ്രക്രിയ തുടരുന്നുണ്ട്. പുഴ കൊണ്ടുവരുന്നു, കടൽ സൂക്ഷിക്കുന്നു. ഇന്ന് ഓരോ ലിറ്റർ കടൽ വെള്ളത്തിലും ശരാശരി 35 ഗ്രാം ഉപ്പുണ്ട്. കടലിലെ മുഴുവൻ ഉപ്പും വാരിയെടുത്ത് കരയിൽ വെച്ചാൽ ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും മുകളിൽ ഒരു 150 മീറ്റർ ഘനത്തിൽ ഒരു ഉപ്പുപാളി ഉണ്ടാക്കാം. അതായത് ഒരു 40 നില കെട്ടിടത്തിൻ്റെ ഉയരം. എന്നാൽ ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്. പുഴകൾ ഇപ്പോഴും ഉപ്പ് കൊണ്ടുവരുന്നുണ്ട്, ഓരോ വർഷവും കോടിക്കണക്കിന് ടൺ. അങ്ങനെയാണെങ്കിൽ കടൽ അനുദിനം കൂടുതൽ ഉപ്പ് ആകേണ്ടതല്ലേ? എന്നാൽ ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോടിക്കണക്കിന് വർഷങ്ങളായി കടലിലെ ഉപ്പിൻ്റെ അളവ് ഏകദേശം ഒരേ അളവിലാണ്. പക്ഷെ അതെങ്ങനെയാണ്? കടലിൻ്റെ അടിത്തട്ടിൽ ഉപ്പിൻ്റെ ഒരു ഭാഗം കളിമണ്ണിനോടും മറ്റ് അവശിഷ്ടങ്ങളോടും ചേർന്ന് ലയിക്കുന്നുണ്ട്. കടലിന് അടിയിലെ അഗ്നിപർവ്വത വിള്ളലുകൾ ഉപ്പിനെ വലിച്ചെടുക്കുന്നുമുണ്ട്. തിരമാലകൾ പൊട്ടിച്ചിതറുമ്പോൾ ഉപ്പ് കണങ്ങൾ കാറ്റിനൊപ്പം കരയിലേക്ക് മടങ്ങുന്നുണ്ട്. അങ്ങനെയാണ് സമുദ്രത്തിൽ അല്ലെങ്കിൽ കടലിൽ ഉപ്പിൻ്റെ അളവ് ക്രമീകരിച്ച് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കടലിൽ എങ്ങനെയാണ് ഉപ്പുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി